ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ തോന്നിയിരിക്കുന്നത് നമ്മുടെ പവി കെയർ ടേക്കർ നമ്മുടെ ദിലീപേണ്ട പുതിയ പടത്തിനെ പറ്റി പറയാനാണ്. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞാൻ അത് കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഗൾഫിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സമയം നമുക്ക് വീഡിയോ കാണാനോ അല്ലെങ്കിൽ സിനിമ പറ്റി പറയാനോ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഡിലേകൾ വീഡിയോസ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പലരും നമ്മൾ പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നമുക്കതൊരു എന്നെ സംബന്ധിച്ചൊരു മോട്ടിവേഷനാണ്. എന്നെ ഒരു സിനിമ അല്ലെങ്കിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ഊർജ്ജമായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പവി ദ കെയർ ടേക്കർ ഡയറക്ടർ ബൈ വിനോദ് കുമാർ, നമ്മുടെ രാജേഷ് രാഘവനാണ് അതിൻ്റെ റൈറ്റർ, പ്രൊഡ്യൂസർ നമ്മുടെ ദിലീപേട്ടൻ തന്നെയാണ്. ഈ സിനിമ നമ്മൾ കണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, അതായത് 2012 ശൃംഗാരവേലൻ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഏതാണ്ട് അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കൊരു സിനിമ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു കോമഡി ചാനലിൽ പറ്റിയ ഒരു കഥയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിംഗ് മാസ്റ്ററിൻ്റെ കുറച്ച് സിമിലാരിറ്റി പോലെ എനിക്ക് തോന്നി. കാരണം ഇതിലൊരു പട്ടിയുണ്ട്, അതിലും ആ ഒരു പട്ടിയും ദിലീപേട്ടനും തമ്മിലുള്ളൊരു സീൻസ് അത് നമ്മൾ CID ന്യൂസ് എടുത്താലും റിംഗ് മാസ്റ്റർ എടുത്താലും ഇതിലും നല്ല ഒരു സിങ്കായിട്ട്, അതായത് ദിലീപ് പട്ടിയായിട്ട് ഭയങ്കര സിങ്കായ പോലെയാണ് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, കുടുംബ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടാം. അതായത് പഴയ ഈ ശൃംഗാരവേലൻ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ അന്ന് കണ്ടപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് ഒരു ഭയങ്കര ചിരിയായിരുന്നു. ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. അതായത് എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. തമാശ എന്ന് പറയുന്ന ഒരാൾ കോണി വന്ന് ഇടിഞ്ഞു വീഴുക, അങ്ങനെ തരത്തിലുള്ള കോമഡികളായിരുന്നു നമുക്ക് ഇതിൽ കാണാൻ പറ്റിയത്. അതായത് എന്താ പറയുക, ഒരു പിന്നെ കുറച്ച് നമുക്കൊന്നും ചിരി വരില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ചിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾക്കത് ഫുള്ളി എൻജോയ്മെൻ്റ് ആയിരിക്കും. അല്ലാതെ ഉള്ള എനിക്കൊന്നും അത് അത്ര പേഴ്സണലി കണക്റ്റ് ആയില്ല. ഒരു സാധാരണ ഒരു പടം, അതായത് ഇപ്പോൾ ഈ 2024 വളരെ നല്ല നല്ല പടങ്ങൾ ഇറങ്ങി ഒരു വ്യത്യസ്ത മലയാള സിനിമേനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും നമ്മളൊരു പഴയ കാലഘട്ടത്തിലെ ഒരു സിനിമകൾക്ക് എന്തുമാത്രം പ്രാധാന്യം കിട്ടുമെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിഥുൻ മുകുന്ദനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമായില്ല, പക്ഷെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെണ്ണില എന്ന് പറഞ്ഞ പാട്ട് നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷനായി തോന്നി. പിന്നെ ഇതിൽ ജോണി ആൻ്റണി തുടക്കത്തിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ധർമ്മജനുണ്ട്, അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ അതിൽ നമ്മുടെ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ 5 സുന്ദരിമാരുണ്ട്. അതിൽ ആരെയാണ് ദിലീപ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അവസാനമാണ് റിവീൽ ചെയ്യുക. ഞാൻ അതിന് മുന്നേ നമുക്ക് ചിന്തിക്കാനായിട്ട് അതിലൊരു അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പോർഷനൊക്കെ കുറച്ച് എൻഗേജിങ് ആയി നമുക്ക് പ്രേക്ഷകറിനെ ഈ എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആളല്ല അതിൽ വന്നത്. അത് ആരാന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും സിനിമ കാണുന്നുണ്ടെങ്കിൽ അവർ പോയി കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ചെയ്ത്. എനിക്കതൊരു ആവറേജിൽ താഴെ എന്ന് പറയുന്ന ഗണത്തിലാണ് ഈ സിനിമയെ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പവി ദ കെയർ ടേക്കറിനെ പറ്റി പറയാനായിട്ട്. അതേപോലെ DOP നമ്മുടെ സനു താഹിറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആളും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാ ദിലീപിൻ്റെ പടത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ പല തരത്തിലും ഒരു മിമിക്രിയുടെ ഒരു കാട്ടിക്കൂട്ടായം നമുക്ക് ഇതിൽ കയറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.